നമ്മുടെ ഇവിടെ ഒരു കൊറിയറിൻ്റെ പെട്ടി വന്നിരിപ്പുണ്ട്. എന്തോ വലിയൊരു സാധനമാണ് ഇത്. നമുക്ക് പൊട്ടിച്ച് നോക്കണം. നമ്മളൊരു തുണി ഉണക്കുന്ന സ്റ്റാൻഡില്ലേ, അതുപോലത്തെ ഒരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ ഉണ്ട് എന്ന് സംഭവം നമുക്ക് പൊട്ടിക്കുമ്പോൾ കാണാം. ഇതാരാ ഇവിടെ ഇരുന്ന് ഈ സാധനം പൊട്ടിക്കുന്നത്? പൊട്ടിച്ചോ? തുറന്ന് നോക്കിയോ? ഉമ്മ പൊട്ടിച്ചോളെങ്കിൽ ബാ കുഞ്ഞു ബാ. അയാളിവിടെ ആവുന്ന 16 പരിശ്രമവും നടത്തുന്നുണ്ട് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാനായിട്ട്. അത് തള്ളു നോക്കാം. വാവ്, നമ്മുടെ സാധനം അങ്ങനെ പുറത്ത് കാണാൻ തുടങ്ങിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് കേട്ടോ. സത്യത്തിൽ ഇതെന്തോന്നു, ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ആണോ, അത്ര ഉണ്ടോ, അത്ര ഇല്ലയോ? പെട്ടെന്ന് പൊട്ടിക്കുവാണോ? പെട്ടെന്ന് നോക്കണത്തിനും സഹായിയായിട്ട് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. വൈകുന്നു നമ്മുടെ ചെറിയ സഹായി. ഇത് മുളക് തുറക്കുന്നില്ല അങ്ങോട്ട്. കുറേ നേരം കൊണ്ട് ഇത് കാണിച്ചോണ്ടിരിക്കുകയാണല്ലോ. വാവ്, എന്താണിത്? ഒന്നാമത്തെ കമ്പി ഇതാണ്. ഒന്നാമത്തെ നമ്മുടെ സ്റ്റാൻഡ്. പല നമ്മൾ തുണി വിരിക്കുന്ന സ്റ്റാൻഡ് കേട്ടോ ഇത്. ഇതൊക്കെ നമുക്കിനി സെറ്റ് ചെയ്ത് നീക്കിക്കൊണ്ടുപോകാൻ വീലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഓണർ ആരാ നിങ്ങൾക്ക് അറിയണോ? ദാണ്ടി ഇരിക്കുന്നത്. ഇതാണ് ഓണറാണ് പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. ഓണർ തലയിരിക്കുന്ന ബാൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് ഓർഡർ ചെയ്ത ബാൻഡ്. കുറേ കമ്പിയും കോലും ഒക്കെ ഉണ്ട്. എല്ലാം കൂടി എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. കുറേ കാണാൻ എന്തെങ്ങാണ്ടൊക്കെ കുറേ കാണുന്നുണ്ട്. നമുക്കിത് നോക്കി നമുക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫുള്ള് കാണിക്കാം കേട്ടോ. തഴോട്ട് ഇനി ഉപയോഗിച്ച് നോക്കിയിട്ടൂടെ പറയാം എങ്ങനെ ഉണ്ടെന്ന്. കൂടി ഇവിടെ ഒരാൾ കിടന്ന് ആ കാർബോർഡും പൊക്കി എടുത്തുകൊണ്ട് പോയി കാണിക്കുക. ആദ്യം കയറി കിടന്നോ. ഇങ്ങനെയാണ് കിടക്കുന്നത്. എനിക്ക് ആ പറോട്ട് മല്ലടിച്ച് പോയിക്കളയോ. ആ പാത്തിട്ട് തോർത്തിട്ട് നമ്മൾ ഉദൂനെ ആദ്യമായിട്ട് ഉൾക്കാടിക്കുക. ഇത്ര മീതിയുള്ള തുണി ഇടാം. വേറെ അതിൽ കൂടുതൽ വലിയ തുണികളൊന്നും കൊണ്ടിട്ടാൽ ശരിയാകത്തില്ല. 2 തട്ട് വേണ്ടി വരും.
യോണയ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എടുത്ത് സഹായിച്ച നമ്മുടെ ഫിദ മോളെ ഇങ്ങോട്ട് നോക്കുമ്പോളെ, നമ്മുടെ സപ്പു അവന് ഭയങ്കര താണാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും ചെറിയ അസിസ്റ്റന്റ്. എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നന്ദി.